ഉം, ഉമ്മ പിന്നെ ഞാൻ കല്യാണത്തിനെ മാമാടെ മോടെ കല്യാണത്തിന് തലേന്ന് പോയിട്ട് അന്ന് രാത്രിക്ക് തിരിച്ചു വരും. പിറ്റേന്ന് നമുക്ക് രണ്ടു കൂടി ഇവിടുന്ന് അങ്ങ് പോവാം ഓഡിറ്റോറിയത്തിൽ. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ. ഏ ഇപ്പം അതെന്താ അങ്ങനെ? വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പോകാന്നല്ലേ നീ തീരുമാനിച്ചേ? പൊക്കോ, എല്ലാവരും വരുന്നതല്ലേ. അപ്പോൾ പിന്നെ നീ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. തലേന്ന് മാത്രം പോയിട്ട് എങ്ങനെയാ ശരിയാവുക? മോള് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ വിളിച്ച് വരുത്ത്, എന്നിട്ട് അത് നിങ്ങൾ രണ്ടും കൂടെ പോവോ? അത് പോകാതിരിക്കണ്ടല്ലോ. ഓ, അത് വേണ്ടമ്മ. ഒന്നാമത് പോയാലും സമാധാനം കാണത്തില്ല. ഇവിടുന്ന് തുള്ളിച്ചാടി ഞാൻ പോയാലും അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഉമ്മയുടെ കാര്യമുള്ള ടെൻഷനായിരിക്കും. ഉമ്മ ഒറ്റയ്ക്കല്ലേ, അത് വേണ്ട. പിന്നെ രാവിലെ ഉമ്മ വിളിച്ചപ്പോഴും ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയും പറഞ്ഞു അങ്ങനെ വന്നാൽ മതി, ഇവിടുത്തെ ഉമ്മയെ ഒറ്റയ്ക്ക് ഇട്ട് വരണ്ടാന്ന് പറഞ്ഞു. ഉമ്മ ആണെങ്കിൽ വിളിച്ചാൽ വരുത്തുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ പോയി എങ്ങനെ സമാധാനം ഉണ്ടാകാനാ? സാരമില്ല, തലേന്ന് ഞാൻ പോയിട്ടെ അന്ന് രാത്രി തന്നെ അപ്പം തന്നെ ഇങ്ങ് വരാം. പിന്നെ കല്യാണത്തിന് ഉമ്മാക്കും എനിക്കും കൂടെ നമുക്ക് ഇവിടുന്ന് ഓഡിറ്റോറിയത്തിൽ പോവാം. അങ്ങനെ മതി. ആ, അപ്പം എൻ്റെ കാര്യം ഓർത്തിട്ടാണ്. നീ അങ്ങനെ പോയില്ലെങ്കിൽ വിചാരിക്കും ഞാൻ വിടാത്തയാന്ന് പറയും. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ പേരുദോഷം കേൾപ്പിക്കുന്നത്? എന്നാൽ ശരി, ഞാനും കൂടെ വരാം. എപ്പോഴും ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയല്ലേ. ഉച്ച തിരിഞ്ഞ് നമുക്ക് രണ്ടുപേർ കൂടെ പോവാം. കല്യാണമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ വരാമല്ലോ. ഇവിടെ ഇപ്പം ഞാനും നീ മാത്രമല്ലേ ഉള്ളൂ. ഓടിപ്പിടിച്ചൊന്നും ഓടി വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം നമുക്ക് അങ്ങനെ പോകാം. എനിക്ക് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ കല്യാണത്തിൻ്റെ ഈ ബഹളവും ഒക്കെ എനിക്ക് എന്താ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത്. കല്യാണത്തിന് അന്ന് വരാമെന്ന്. ഇതിപ്പോൾ നീ പോകാതിരിക്കുമ്പോൾ എല്ലാവരും പറയും ഞാൻ വിടാത്തതുകൊണ്ടാന്ന് പറയും. അവനിക്കും വരും. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്ക് ഒന്നിച്ചങ്ങ് പോകാം. പോരെ? ശരിക്കും തന്നെയാണേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പോകാം. എപ്പോഴും ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയല്ലേ, കുറച്ച് ആൾക്കാരൊക്കെ കാണും. അപ്പം പിന്നെ അടിപൊളിയായിരിക്കും. എന്നാൽ അങ്ങനെ തന്നെ ആവും. അപ്പം എനിക്ക് സമാധാനത്തോടെ അവിടെ നിൽക്കുകയും ചെയ്യാം. ആരാ അമ്മ വരുന്നത്? ഒരു പരിചയമില്ലാത്തൊരു മുഖം. ആരാന്ന് മനസ്സിലാവുന്നില്ല. വരട്ടെ, നോക്കാം. കണ്ടിട്ട് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ആ, നീയായിരുന്നാ? അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ഈ ദൂരെ നിന്ന് എനിക്ക് പെട്ടെന്ന് മുഖം ഒന്നും മനസ്സിലാകത്തില്ല. ചെറിയൊരു മങ്ങലുണ്ടേ, പ്രായമൊക്കെ ആയില്ലേ. നീ കയറി വാ. ഇരിക്കടി മോളെ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കുക. മരുമകളാണില്ലേ? മരുമകളാണ്. പക്ഷേ മരുമകളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനെക്കാട്ടിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ മകളെന്ന് പറയുന്നതിലാണ് എനിക്കിഷ്ടം. ആ, പിന്നെ നിന്റെ മക്കളുടെ വിശേഷങ്ങളൊന്ന് കേൾക്കട്ടെ. മരുമക്കള് എന്താണ് നിന്റെ മോന് എന്തുകൊണ്ട് വിശേഷം? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്ന? അവർക്കല്ലേ സുഖവും സന്തോഷവും ഉള്ളതൊക്കെ. അവർക്ക് എന്താണ് സന്തോഷത്തിനൊക്കെ ഒരു ഇത്? ഞാനുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. എന്താണ് നിന്റെ പ്രശ്നം? പ്രശ്നം എൻ്റെ മകൻ തന്നെയാണ്. എൻ്റെ മകനും മരുമോളും ഒക്കെ തന്നെയാണ്. നിൻ്റെ മോനെ പോലൊന്നും അല്ല. നിൻ്റെ ഈ മരുമോളെ പോലല്ല എൻ്റെ മരുമോളും. അതൊരു ഭൂതം. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവളും കൂടെ ആയപ്പോഴത്തേക്കാ വന്ന് കയറിയതും ആ സൈസാ. പിന്നെ ഞാനിവിടെ ഒരു അധികപ്പറ്റായി മാറി. എന്നും പ്രശ്നങ്ങളാണ്. ഞാൻ മിണ്ടിയാ കുഴപ്പം, ഞാൻ അവിടെ ഇരുന്നാ കുഴപ്പം, അങ്ങനെ ഒരുപാടൊക്കെ. നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ? നമ്മൾ കഷ്ടപ്പെട്ട് പെറ്റു വളർത്തി നോക്കി കല്യാണമൊക്കെ കഴിപ്പിച്ചപ്പോൾ അവർക്ക് പിന്നെ നമ്മൾ വേണ്ടാന്നാണ്. എല്ലാവരും ഒരുപോലെ ആണെന്ന് ഞാൻ പറയുന്നില്ല. അവരെന്നെ ജീവിതകാലം മുഴുവൻ നോക്കാനൊന്നും ഞാൻ ആവശ്യപ്പെടുന്നൊന്നുമില്ല. എന്തൊക്കെയാലും അവൻ്റെ തള്ളയല്ലേ ഞാൻ. അവനിക്കിപ്പോൾ ഞാനൊരു ബാധ്യതയായിട്ട് മാറി. പിന്നെ കുറച്ച് സ്നേഹമൊക്കെ എൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ എൻ്റെ തോന്നലെന്ന് വിചാരിച്ച് ആ വീടും സ്ഥലമൊക്കെ എൻ്റെ പേരിലായിരുന്നല്ലോ. എൻ്റെ മോക്കുള്ളതെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അവിടെ കിടപ്പുണ്ട്. ആ സ്നേഹത്തിൻ്റെ നടുവിൽ അതൊക്കെ അവരെൻ്റേന്ന് എഴുതി മേടിച്ച് കഴിഞ്ഞു. നമ്മൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത് എല്ലാം എഴുതി കൊടുത്തു, അവൻ്റെ പേരിലോട്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും പഴയതുപോലല്ല. അതിൻ്റെ മേളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മര്യാദയ്ക്ക് പോലും ഭക്ഷണം പോലും നമുക്ക് തരത്തില്ല. കണക്കായി.
എല്ലാത്തിനും കണക്ക് പറച്ചിൽ തുടങ്ങി. എത്രയെന്നും പറഞ്ഞാണ് മക്കളുടെ മുന്നിൽ ഇങ്ങനെ അടിമയായിട്ട് നടക്കുന്നത്. ഗതി കെട്ടപ്പോൾ സഖി കെട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഇപ്പം ഞാനല്ല അവിടെ വലുത്, അവൻ്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ മതി. ആ വീട്ടുകാർക്ക് ബോധമുണ്ടോ? അതുമില്ല. എല്ലാം വന്നതും എല്ലാം കണക്കിന്. പട്ടിയെപ്പോലിവിടെ കിടക്കാനേ എനിക്ക് പറ്റിയില്ലടി. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോരുന്നു. എൻ്റെ ബന്ധുക്കാർത്തോ അയലുകാർത്തോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ നാണക്കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനിങ്ങ് പോരുന്നു. അല്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും പ്രതികരിച്ചില്ലേ? ആ പോലീസിൽ ചെന്ന് ഒരു പരാതി കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയൊന്നും നടക്കത്തില്ല. ഇപ്പം എത്ര പ്രശ്നങ്ങളാണ് പോലീസുകാർ ഈ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തിരിക്കുന്നത്. ഇത് വീടും സ്ഥലമൊക്കെ എഴുതി മേടിച്ചിട്ട് ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ലല്ലോ. ഒരു പോലീസ് പരാതി അങ്ങോട്ട് കൊടുത്താൽ പ്രശ്നമായിട്ട് പരിഹരിച്ചേനെ. പേടിച്ചവരൊന്നും ചെയ്യത്തില്ലായിരുന്നു. ആ അതെ, ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് നീ ഒന്നും പ്രതികരിക്കാതെ ഇറങ്ങി വരേണ്ട ഒരു കാര്യവുമില്ല. അത് മോനായാലും ആ മോളായാലും ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ട് കാണിച്ചാൽ മതി. ഇപ്പം ചിലയിടത്തൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നീ ഒന്നും പ്രതികരിക്കാതെ ചെയ്യാതിരുന്ന അത് വളരെ മോശമാണ്. അതങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എല്ലാം എഴുതി മേടിച്ചിട്ട് നിന്നെ തള്ളിയിടാന്ന് വെച്ചാലേ അത് ശരിയായ കാര്യമൊന്നുമല്ല. മോള് പറഞ്ഞതുപോലെ പോലീസിൽ പരാതി കൊടുക്കുക. എന്നാലേ ഇങ്ങനെയുള്ളവരൊക്കെ ശരിയാവത്തുള്ളൂ. എത്ര വന്നാലും പഠിക്കില്ലല്ലോ. ഓ, നമ്മൾ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ട് എന്തെടുക്കാനാ? ഇല്ലാത്ത സ്നേഹം പിടിച്ചു മേടിക്കാനാ? അതൊരിക്കലും വേണ്ട എനിക്ക്. അവർക്ക് എൻ്റെ വീടും സ്ഥലമൊക്കെ അല്ലേ, അതവർക്ക് എഴുതി കൊടുത്തു. നമ്മൾ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ട് അവരെന്നെ സ്നേഹിക്കുമെന്നാണ് നാട്ടുകാർ മൊത്തം അറിയും. പിന്നെ ഇപ്പോൾ തുമ്മേലുടനെ ഇപ്പോൾ നമ്മുടെ ഈ ഫോണിലൊക്കെ നമുക്കറിയും. വെറുതെ എന്തിനാണ്? അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നി. അവരങ്ങ് ജീവിച്ചോട്ടെന്നേ, കുഴപ്പമൊന്നുമില്ല. ആ അപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നും തോന്നില്ല. പോലീസിൽ പരാതിയും കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കി കുറച്ച് നാട്ടുകാരെ അറിയിപ്പിച്ച് അവരുടെയൊക്കെ മുന്നിൽ പരിഹാസവും കേട്ട് വെറുതെ എന്തിനാണ് നമ്മളതിനൊക്കെ പോകുന്നത്? ഞാനതങ്ങ് ഉള്ളിലങ്ങ് ഒതുക്കി. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവർക്കൊക്കെ സന്തോഷമായിപ്പോയി. ഞാൻ അവിടെ നിന്ന് ബാഗ് കൊടുത്തിട്ട് ഇറങ്ങിയപ്പോൾ പോകല്ലേ ഉമ്മാന്ന് പോലും മരുമോള് പറയണ്ട, അവൾ പറയത്തില്ല, എനിക്കറിയാം. എൻ്റെ സ്വന്തം മോനെങ്കിലും പറയണ്ടേ? അവനും മിണ്ടിയില്ല. ആ തള്ള പോന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതി അവൻ കൈയും കെട്ടി നിന്നതല്ലാതെ ഒരക്ഷരവും അവൻ മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ എടുത്തൊക്കെ ഞാൻ എന്തിനു പോലീസ് പരാതി കൊടുക്കുന്നു? അവനെടുത്തോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ബന്ധുക്കാർ ആരെയും വീട്ടിലും പോകാതെ ഇങ്ങോട്ട് വന്നത് നിന്നെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. പെട്ടെന്ന് നിൻ്റെ മുഖം എനിക്ക് ഓടി വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വേറെ ഒന്നും എനിക്ക് പോകാൻ വഴിയില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ ആകുമ്പോൾ എനിക്കിച്ചിരി സമാധാനം കിട്ടുമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ. ഉമ്മ, ഇവരിവിടെ വന്നതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേ ഇവർ സ്ഥിരതാമസത്തിന് വന്നതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെ ആയാൽ കാര്യം നടക്കത്തില്ല കേട്ടോ, പ്രശ്നമായി പോയത്. അല്ല മോളെ, നമ്മളെങ്ങനെ അതും മുഖത്ത് പറയും? ഒരാൾ നമ്മുടെ വീട്ടിനകത്ത് കയറി വരുമ്പോൾ ഇറക്കി വിട്ട ശീലം നമുക്കുണ്ടോ? ഇതിപ്പോൾ ഇത്രയൊക്കെ പ്രശ്നമൊക്കെ പറയുമ്പോൾ എങ്ങനെയാ പറയാ ഇവിടുന്ന് പോകാനൊന്നും പറ്റത്തില്ലെന്ന്? എന്തെങ്കിലും ഒരു വഴി കണ്ടല്ലേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരാൾ വിഷമത്തോടെ കയറി വരുമ്പോൾ നമ്മളൊരു പരിഹാരം നമ്മൾ കണ്ടെത്തി കൊടുക്കണ്ടേ? ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഉമ്മ അവരുടെ മോൻ്റെ നമ്പർ മേടിക്കേ, എന്നിട്ട് നമുക്ക് അവരെ വിളിച്ച് സംസാരിക്കാം. അല്ലാതെ ഇവിടെ അവർ നിർത്തുന്ന ഒരു ബന്ധവുമില്ല. ഉമ്മയുടെ കൂട്ടുകാരി എന്നുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ രക്തബന്ധത്തിലുള്ള ആരുമല്ല. എൻ്റെ ബന്ധുവല്ല, ഉമ്മയുടെ ബന്ധുവല്ല. ഇതിവിടെ നിന്ന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം പ്രശ്നത്തിരിക്കുമെന്ന് പറഞ്ഞ് ഈ മകനും ഒക്കെ ഉണ്ടല്ലോ, മകളും മരുമോനും ഒക്കെ കൂടെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. വെറുതെ നമ്മൾ വയ്യാവേലിയെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉമ്മ ഒരു നയത്തിൽ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരുടെ മോൻ്റെ വീട്ടിലാക്കാനുള്ള നടപടി ഉമ്മ നോക്കിയേ പറ്റത്തുള്ളൂ. നമ്മൾ സിമ്പതി കാണിക്കുന്നിടത്തൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് അവകാശമാണ് അവരവിടെ പിടിച്ച് നിർത്തുന്നത്? ഉമ്മ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. അവരുടെ മോൻ്റെ നമ്പർ എങ്ങനെയും മേടിക്കാൻ നോക്കും, ഞാൻ സംസാരിക്കാം. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാതെ ഇവിടെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല അവരെ.
നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മകനെയോ മരുമകളെയോ ഒന്നും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വിളിച്ചാലും അവർ പറയും എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ, ഞങ്ങൾക്ക് ഇനി വേണ്ടാന്ന് പറയും. എന്തിനാ നിങ്ങളും കൂടെ നാണം കെടുത്തുന്നത്? ഞാൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല. എൻ്റെ മോള് ബാംഗ്ലൂരിലാണെന്നറിയാമല്ലോ. അവൾ എന്നെ കൂട്ടാൻ വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാകുമ്പോഴത്തേക്ക് എല്ലാവരും കാണും. ഇതിപ്പോൾ അവൾ ബാംഗ്ലൂരിലാണല്ലോ. ഇതിപ്പോൾ അവിടെ വന്ന് അവൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ഒരു പ്രശ്നമാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാ നാട്ടുകാരെ അറിയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ എന്നെ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ മതി. ആളവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നിട്ടൊക്കെ ഇവിടെ നിന്ന് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചാൽ. ഇവിടെ അങ്ങും ആരും അറിയില്ലല്ലോ. അല്ലാതെ ഞാനിവിടെ താമസിക്കാനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും വന്നതല്ല. അവന് ഇന്നലെ നാളെ അവൻ പഠിക്കും. അവന് ഇപ്പം എൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പ്രശ്നങ്ങൾ ആരെ അറിയിക്കാതെ ഒരു നടക്ക് രീതിയിൽ അങ്ങ് പോവും. നാളെ എൻ്റെ മോക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴില്ലേ അതപ്പോൾ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പോലീസിലോ മറ്റിടത്തൊന്നും ഞാൻ പരാതിക്ക് പോകുന്നില്ല. അവൻ അവൻ്റെ രീതിക്ക് ജീവിച്ചോട്ടെ. ഞാൻ അവർക്ക് ഒഴിഞ്ഞു മാറി കൊടുക്കുന്നു. എനിക്ക് മോനല്ലെങ്കിൽ ഒരു മോളുണ്ടല്ലോ. ഇനി നാളെ അവിടെ അവസ്ഥ എന്താണെന്ന് പടച്ചതമ്പുരാൻ അറിയാം. എൻ്റെ മോള് പറഞ്ഞത് എനിക്ക് ദേഷ്യമൊന്നും തോന്നരുത്. അവൾ പറഞ്ഞതിനകത്തൊന്നും തെറ്റൊന്നും ഇല്ലല്ലോടി. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്തായാലും തൽക്കാലം നീ നിൻ്റെ മോടെ കൂടെ പോയി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഒന്ന് ആറി തണക്കുമ്പോൾ ഇന്നലെ നാളെ നിൻ്റെ വില അവൻ മനസ്സിലാക്കും. നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ മക്കളെല്ലാം ഇങ്ങനത്തെയൊക്കെ തന്നെയാണ്. കുറച്ച് നാളം കഴിയുമ്പോൾ അവർക്കും ഇതാവും. ഇന്ന് വരെ എൻ്റെ മോനും എൻ്റെ മരുമോളും ഇതുവരെ മുഖം കറുത്തൊരു വർത്താനം പറഞ്ഞിട്ടില്ല. അതിലൊക്കെ ഏറ്റവും ഭാഗ്യവതി ഞാൻ തന്നെയാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിനക്ക് എൻ്റെ മോടത്ത് ദേഷ്യമൊന്നും തോന്നരുത്. അതിനാര് പറഞ്ഞ് എനിക്ക് നിൻ്റെ മരുമോടത്ത് ദേഷ്യമുണ്ടെന്ന്? എനിക്കൊരു ദേഷ്യമില്ല. അവൾ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. മക്കളുള്ളപ്പോൾ ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ ബുദ്ധിമുട്ടല്ലേ? ആൾ പറഞ്ഞത് തെറ്റൊന്നുമില്ല. ഞാനേ മോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവൾ എവിടെ എത്തിയെന്ന്. എത്രയും പെട്ടെന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയായി ഇപ്പോൾ.